സൂഫി പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂഫിസത്തെക്കുറിച്ചാണല്ലോ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ വിശേഷപ്പെട്ടൊരു ദിവസവും കൂടിയാണ്. കാരണം സൂഫി വര്യനായ CM മടവൂർ എന്നറിയപ്പെടുന്ന കോഴിക്കോട് മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ഒരു മഹാ ആത്മീയ ഗുരുവാണ് അബൂബക്കർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ഇന്ന് വിശ്വാസികളായ ആളുകൾക്കിടയിൽ CM മടവൂർ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന മഹാനവർകളെ കുറിച്ച് സ്മരണ നടത്തുകയാണ്. ഷവ്വാൽ 4 അവർ ഈ ലോകത്തു നിന്നും അവരുടെ ശരീരം ഉപേക്ഷിച്ച് അവരുടെ ആത്മാവ് വിശ്വാസികളായവരുടെ മുന്നിൽ തുറന്നു വെച്ച ഒരു സുന്ദര നിമിഷമാണ്. ഭൗതിക ലോകം അതുപോലെ തന്നെ ആത്മീയ ലോകം എന്നൊക്കെ പൊതുവെ ആളുകൾ പറയാറുണ്ട്. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും ചിന്തകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും അങ്ങനെ ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളും ഭൗതികമായ കാഴ്ചപ്പാടുകൾക്ക് വിധേയമാക്കിക്കൊണ്ടുള്ള ജീവിത അവസ്ഥയെയാണ് ഭൗതിക ലോകം എന്ന് സ്വാഭാവികമായി മനുഷ്യൻ പറയുന്നത്. ഇതെല്ലാം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ അത് ഈ ലോകത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായം വന്നാൽ ശരിയാവില്ലല്ലോ. അതേപോലെ തന്നെയാണ് ആത്മീയ ലോകം. എന്താണ് ആത്മീയ ലോകം? കാണുന്ന കാഴ്ചകളെയും കേൾക്കുന്ന കേൾവികളെയെല്ലാം കുറച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ട് കാഴ്ചകൾക്കപ്പുറത്ത് നമ്മുടെ ശരീരം നമ്മൾ നേരത്തെ ഉപേക്ഷിക്കുകയും നമ്മുടെ ചിന്തകളെ നന്മയിലേക്ക് കൊണ്ടുവരികയും നല്ല കാര്യങ്ങൾ പറയുകയും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നല്ലവരുമായിട്ടുള്ള സഹവസിക്കലും അത്തരം നല്ലവരായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതിനെയാണ് ആത്മീയ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക ലോകത്തിൽ രാഷ്ട്രീയം, സിനിമ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ, അങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരവസ്ഥയാണ് ഭൗതിക ലോകത്തുള്ളത്. അവിടെ യുദ്ധങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആത്മീയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരെല്ലാവരും അവൻ്റെ ചിന്തകളിൽ നിന്ന് ഈ കുതന്ത്രത്തെയും തന്ത്രത്തെയും യുദ്ധത്തെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കലും എല്ലാത്തിൽ നിന്നും ഒഴിവായി നന്മയുള്ള ഒരു മനസ്സ് ഉണ്ടാക്കുകയും നന്മയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായാൽ അവരൊന്നു ചേരുന്ന ഒരിടമാണ് ആത്മീയ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം മഹാത്മാക്കളെ, ആ ആത്മീയമായ ദർശനങ്ങൾ നമുക്ക് നൽകിപ്പോയ ധാരാളം ഗുരുക്കന്മാർ എല്ലാ മതസ്ഥരിലുമുണ്ട്. എല്ലാവരെയും നാം മാനിക്കണം. കാരണം മതം പറയാനല്ല ഇവരാരും വന്നത്. ഇവർക്കെല്ലാം അവരുടേതായ ഒരു വേഷവിധാനങ്ങളും സംസാര ശൈലികളും ഓരോ കാലഘട്ടത്തിൽ കടന്നു വന്ന പ്രവാചകന്മാരുടെ പിൻഗാമികളായി വന്ന തോമാസ് ലീഹയെ പോലെയുള്ളവരും ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവരും ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന മഹാനവർകളും ഒക്കെ ഈ മേഖലയിൽ കൂടി കടന്നു വന്നവരാണ്. അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ വളരെ സുന്ദരമായ ഒരു കുടുംബത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ്റെ മകനായി ജന്മം കൊള്ളുകയും
കുട്ടിക്കാലം മുതലേ തന്നെ അദ്ദേഹം പാണ്ഡിത്യത്തിൻ്റെ ലോകത്ത് വിലസി നടക്കുന്ന ആ സമയത്താണ് പുലിമൊയ്തീൻ സ്വാഹിബ് എന്ന പേരുള്ള ഒരു സൂഫി വര്യനെ പരിചയപ്പെടുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്നതും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്നെല്ലാം മാറി പാണ്ഡിത്യത്തിൻ്റെ മേഖലകളിൽ നിന്നെല്ലാം വിട്ടുമാറി അദ്ദേഹം ഒരു ഏകാന്തമായ ഒരു അവസ്ഥയിലേക്ക് കടന്നുകൂടിയപ്പോൾ ഭ്രാന്തനെന്നും അതുപോലെ തന്നെ മാനസിക രോഗി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച ധാരാളം ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് യൂട്യൂബിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. എങ്കിലും ഈ ഉള്ളവൻ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരെക്കുറിച്ചുള്ള അറിവുകൾ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ പള്ളിയിലെ ഖത്തീബിൽ നിന്ന് മനസ്സിലാക്കുകയും പിന്നീട് മുഹമ്മദ് അലി സ്വാഹിബ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഞാൻ കോഴിക്കോട് ടൗണിലുള്ള മമുക്കോയ എന്ന് പറയുന്നൊരു മഹാൻ്റെ സൂഫി ദർഗയുടെ അരികിലൂടെ കടന്നു ചെല്ലുമ്പോൾ മമ്മൂട്ടി മൂപ്പൻ എന്നറിയപ്പെടുന്ന ഒരാളുടെ വീട്ടിൽ കിടക്കുന്ന ഈ CM മടവൂർ വലിയുള്ളാഹി അവർകളെ ഞാൻ കാണുകയാണ്. ആ കാഴ്ചയാണ് ആത്മീയമായ വിഷയങ്ങൾ സംസാരിക്കാനും ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കാനുമൊക്കെ കാരണമായത്. അത്തരം നന്മകൾ പറയാനിറങ്ങിയപ്പോൾ ധാരാളം വിമർശനങ്ങളും പരിഹാസങ്ങളുമൊക്കെ എനിക്കും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പലയിടങ്ങളിൽ കണ്ടുമുട്ടുകയും അവരുമായിട്ടുള്ള സമ്പർക്കങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുകയും പിന്നീട് പരിഹാസങ്ങൾക്ക് വിധേയമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ മഹാന്മാർക്കും ഉണ്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഞാൻ സങ്കടപ്പെട്ടിട്ടുമില്ല. എങ്കിലും ഷവ്വാൽ 4 നാളെ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടതിൻ്റെ ഓർമ്മ ദിവസമാണ്. ധാരാളം വിശ്വാസികൾ നാളെ അവിടെ കൂടുന്നുണ്ട്. ഉറൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചടങ്ങിൽ വിശ്വാസികളായ ധാരാളം വ്യക്തികൾ നാളെ കോഴിക്കോട് മടവൂർ പ്രദേശത്ത് തടിച്ചുകൂടുന്നത് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. മഹാനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. എങ്കിലും അത്തരം ആളുകളെ പരിഹസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നും ഈ ലോകത്തുണ്ട്. ഒരു വ്യക്തിയെ നേരിട്ട് കണ്ടിട്ട് നമ്മൾ അവരെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ സഞ്ചരിച്ച് മനസ്സിലാക്കി നമ്മൾ പറയുമ്പോൾ അതിനൊരു രസമുണ്ട്. ഇത് അദ്ദേഹത്തെക്കുറിച്ച് ഒരറിവുമില്ലാതെ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ലാത്ത ആളുകളാണ് അവരെ കുറ്റം പറയുന്നത്. അപ്പം ഞാൻ ഒരു അനുഭവസ്ഥനാണ്. അവരെക്കുറിച്ച് ധാരാളം അനുഭവങ്ങൾ തന്നെ പറയാനുണ്ട്. പക്ഷേ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. പല ആളുകളും യൂട്യൂബിലൂടെ അവരുടെ അത്ഭുതങ്ങൾ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ഏറെക്കുറെ ആളുകൾ അവരെ പരിഹസിക്കാൻ ഇടയാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരാരും ഈ അത്ഭുതങ്ങൾ കണ്ടവരല്ലല്ലോ, കേട്ടവരാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടാകുമ്പോൾ ആ നന്മയെ കാണുകയും ആ നന്മയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു വ്യക്തി സൗദി അറേബ്യയിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ബോച്ചെ എന്ന് അറിയപ്പെടുന്ന ബോബി ചെമ്മന്നൂർ അവരുടെ ആ ഒരു പ്രവർത്തനം, എങ്കിൽ മുമ്പ് പുള്ളിയെ ഒരു കോമാളിയെ പോലെയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ നല്ലതായി കാണുന്നവരും അദ്ദേഹത്തെ പരിഹസിച്ചവരൊക്കെ ഉണ്ട്. ഇന്ന് അദ്ദേഹം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നവരെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ട് കഴിഞ്ഞ് ഇവിടെ നാട്ടിലെത്തി കഴിയുമ്പോൾ
ഇനി അദ്ദേഹത്തെ കുറ്റം പറയുന്നൊരു വിഭാഗം വരും എന്നെനിക്ക് ഉറപ്പാണ്. കാരണം പണം പിരിച്ച് ബോബി ചെമ്മണ്ണൂർ തന്ത്രം മെനഞ്ഞു, ഇതെല്ലാം കേൾക്കാൻ പറ്റും. കാരണം ഇതെല്ലാം ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നാളെ അവരുടെ ഓർമ്മ ദിനമാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും, വിശ്വാസികളോടാണ് എൻ്റെ സംസാരം, അവിശ്വാസികളോടല്ല. അപ്പോൾ വിശ്വാസികൾ നാളത്തെ ഒരു ദിവസം ആത്മാർത്ഥമായി അവരെ ഒന്ന് സ്മരിക്കുക. അള്ളാഹുവിനെ വിളിക്കുക എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അള്ളാഹിനെ പള്ളിയിൽ നിന്ന് വിളിക്കുന്നത് പോലും മൈക്കിലൂടെയാണ്, ഒരു മൊല്ലാക്കയാണ് നിന്ന് വിളിക്കുന്നത്. ആ വിളിയാണ് ഈ ഇവിടെയുള്ള ആൾക്കാർ കേട്ടിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ചെല്ലുന്നത്. അള്ളാഹ് വിളിച്ചിട്ടല്ലല്ലോ ആരും പള്ളിയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അള്ളാഹു എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവനെ അറിയിപ്പിക്കാൻ ഒരു കാരണക്കാരനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ധാരാളം പ്രവാചകന്മാരും പിന്നീട് ഔലിയാക്കന്മാരും ഒക്കെ കടന്നു വന്നു. അപ്പോൾ ആ വിളി ഒരാളിലൂടെ, അത് ഫാത്തിഹ സൂറത്തിൽ പറയുന്നുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർക്കണേ, ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർക്കാനാണ് നമ്മൾ ഫാത്തിഹ സൂറത്തിലൂടെ പറയുന്നത്. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേരലാണ്. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മഹാനായ CM വലിയുല്ലാഹി. ആ മഹാനവറുകളെ സ്മരിച്ചുകൊണ്ട്, അവരുടെ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സൊന്ന് അവിടെ സമർപ്പിച്ചാൽ, രണ്ട് രീതിയുണ്ട്. കാര്യങ്ങൾക്ക് വരുന്നവരും അവരെ സ്നേഹിച്ച് വരുന്നവരുമുണ്ട്. അത് അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പറയാറുണ്ട്, എന്നെ കാണാൻ ധാരാളം ആളുകൾ വരുന്നുണ്ട്, പക്ഷേ എന്നെ കാണാൻ ആരും വരുന്നില്ല. വലിയൊരു വാക്കാണ്. കാരണം വന്നവർ ഭൂരിഭാഗവും എൻ്റെ പ്രശ്നങ്ങൾ തീരണം, എനിക്കൊരു വീട് വേണം, എൻ്റെ മകളെ കെട്ടിക്കണം, എൻ്റെ രോഗം മാറണം, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകളെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യത്തിനും വേണ്ടി ചെന്നതല്ല, അവരോടുള്ള ഇഷ്ടം കൊണ്ട് ചെന്നതാണ്. ആ ഇഷ്ടം എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. ആ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. വർഷാവർഷം ഞാൻ ഇത് നടത്തിയിരുന്നു, ഉറൂസ് അവരുടെ സ്മരണ നടത്തിയിരുന്നു. ഇടക്കാലത്ത് വെച്ച് ഞാനൊന്ന് നിർത്തി, എങ്കിലും ഞാനായിട്ട് അത് മുടക്കിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റേതായ രീതിയിൽ അത് ചെയ്യാറുമുണ്ട്. എങ്കിൽ ഈ വർഷം എന്നെ മനസ്സിലാക്കിയ ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ സ്മരണ പങ്കിടണം. അതിൻ്റെ ഒരു ദിവസം നിശ്ചയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസികളായ ഓരോരുത്തരും, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത ആളുകൾ സത്യത്തെ തിരിച്ചറിയാൻ പഠിക്കുകയും അത്തരം മേഖലയിലൂടെ ഒന്ന് സഞ്ചരിക്കുകയും അതൊന്ന് അനുഭവിച്ചറിയുകയൊക്കെ ചെയ്തിട്ട് വേണം ഒരാളെ കുറ്റം പറയാൻ. അല്ലാതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് എന്തും പറയാൻ എല്ലാവർക്കും കഴിയും. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യവും ഈ ലോകത്തുണ്ട്, ഈ കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പം അതുകൊണ്ട് പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. വിശ്വാസികൾ അവർ ഒരിക്കലും തോൽക്കില്ല. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ 1000 പേരുണ്ട്, എങ്കിലും തോറ്റിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നാളെ മടവൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ധാരാളം വാഹനങ്ങളും ഒരു വണ്ടി കൊണ്ടുവന്നിടാൻ പോലും സ്ഥലമില്ലാത്ത വിധം ജനം തിങ്ങി നിറയുന്ന ഒരു ദിവസമാണ് നാളെ. അവർ മരണപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ അതിന് വഫാത്ത് എന്നാണ് പറയാറ്. ഞാൻ ഓടി പള്ളിയുടെ മുമ്പിൽ വന്നപ്പോൾ ഒരു ടെമ്പോ ട്രാവലർ നിറച്ച ആളുകൾ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഞാനവിടെ ഒറ്റപ്പെട്ടു. കാണാൻ എന്ത് ചെയ്യും, പോകാനൊരു മാർഗവുമില്ല. അന്ന് എനിക്ക് വയസ്സ് ഏകദേശം 23-24 വയസ്സ് പ്രായമാണ്. ഞാൻ വല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് മുഹമ്മദ് അലി സാഹിബ് വരുന്നത്. അവരൊക്കെ പോയി. അങ്ങനെ അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ചുകൊണ്ട് ഞാനും മുഹമ്മദ് അലി സാഹിബും കുഞ്ഞുമോൻ എന്ന് പറയുന്ന വ്യക്തിയും ഫൈസലും ചേർന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടിയിൽ പുറപ്പെട്ട് അങ്ങനെ ഞങ്ങൾ മടവൂരിലെത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവർ അടക്കം ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു തിക്കും തിരക്കുമില്ലാത്ത, ഒരു കട പോലുമില്ലാത്ത ഒരു സാധാരണ നാട്ടുംപുറം
ഇന്ന് ധാരാളം കച്ചവടക്കാരും വലിയ വലിയ കെട്ടിടങ്ങളും നല്ല റോഡുകളും ഒക്കെയായി. എന്തിന്, കോഴിക്കോട് നഗരത്തിൽ ഓടുന്ന ബസ്സുകളിൽ പോലും CM മക്കാം എന്നുള്ള പേരുകൾ തന്നെ വന്നു കഴിഞ്ഞു. അവരെ പരിഹസിച്ച കുടുംബക്കാർ വരെ ഇന്ന് അവരുടെ പേരിൽ ദിക്ർ ഹൽക്ക നടത്തിക്കൊണ്ട് അങ്ങനെ പരിഹസിച്ച ഒരുപാട് ആളുകൾ അവിടെ നേതൃത്വം വഹിക്കുന്നവരായി മാറിയിട്ടുണ്ട്. കാലം എല്ലാം മാറ്റിമറിക്കും. കുറ്റം പറഞ്ഞവരൊക്കെ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, വിശ്വസിക്കുന്നവർ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സ്നേഹം പുലർത്തുമ്പോൾ നമുക്ക് കോടികളൊന്നും കിട്ടില്ല, ധാരാളം പരീക്ഷണങ്ങളെ കിട്ടുള്ളൂ. കാരണം അവനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് അവൻ പരിശോധിച്ചറിഞ്ഞേ നമ്മളെ സെലക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് അവനിലാണോ അതോ ഭൗതികതയിലാണോ എന്നുള്ള പരിശോധന എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. എല്ലാ മഹത്തുക്കൾക്കും അത്തരം അഗ്നിപരീക്ഷണങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കുരിശിൽ തറച്ച യേശുക്രിസ്തുവിൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും നന്മ പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹത്തെ അങ്ങനെ കുരിശിൽ തറച്ചത്. ഇന്ന് ദൈവപുത്രനായിട്ട് ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ വാഴ്ത്തുമ്പോൾ ആ വാഴ്ത്തപ്പെടലിന് കാരണം പോലും ആക്രോശിക്കപ്പെടൽ തന്നെയാണ്. മഹാബലിയെ നമ്മൾ സ്മരിക്കുന്നതും വാമനനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത്, വാമനൻ പാതാളത്തിലേക്ക് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ കഥ നമുക്കറിയാം. വാമനൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ മഹാവിഷ്ണുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹാവിഷ്ണു മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയപ്പോൾ എല്ലാവരും ഓർക്കുന്നത് മഹാവിഷ്ണുവിനെ അല്ല, മഹാബലിയെയാണ്. അപ്പോൾ ചവിട്ടിത്താഴ്ത്തപ്പെടുമ്പോൾ സങ്കടപ്പെടേണ്ടതില്ല. കാരണം നാളെ ഈ ലോകം നമ്മുടെ പേര് വിളിച്ചു പറയും, അല്ലാത്തവരുടെ പേര് ആരും ഓർക്കില്ല. അതുകൊണ്ട് നമ്മുടെ പേര് മായാതെ ആ സ്മരണയിൽ നിലനിൽക്കാൻ നമുക്കും കഴിയണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഒന്നിനും കഴിയുന്നില്ലെങ്കിൽ കുറ്റം പറയാൻ നിൽക്കണ്ട, പരിഹസിക്കാനും നിൽക്കണ്ട. എല്ലാവരും അവരവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുക. എന്തായാലും മഹാനായ CM വലിയുള്ളാഹി അവരുടെ ഉറൂസ് മുബാറക്ക് എല്ലാവർക്കും ഞാൻ നേർന്നുകൊണ്ട് എല്ലാവർക്കും അവരവരുടേതായ പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളുമൊക്കെ സമാധാനത്തിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഷാജി യൂസഫ്. അസ്സലാമു അലൈക്കും.